നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലീനയും രേവതിക്കുട്ടിയും അവരെല്ലാരും കൂടെ അങ്ങനെ ത്യാഗഭവനിലേക്ക് ചിന്നിമോളെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ചിന്നിമോളെ ഇതിനു മുമ്പ് രോഹിത്തോ ബബിതയോ കൃഷ്ണമോളോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ അലീനെ പറഞ്ഞു കേട്ട അറിവ് അവർക്കുണ്ട്. പോരുന്ന വഴിയിലാണെങ്കിൽ ചിന്നിമോളെ കുറിച്ചുള്ള സംസാരമായിരുന്നു വാതോരാതെ രേവതിക്കുട്ടിക്കും ഭയങ്കര സന്തോഷമാണ്. ചിന്നിമോൾക്ക് ഏറ്റവും കൂടുതൽ കാര്യം രേവതിക്കുട്ടിയായിരുന്നു. കുഞ്ഞുനാളിൽ മുതൽ രേവതിക്കുട്ടിയാണ് ചിന്നിമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ ത്യാഗഭവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സിസ്റ്ററും കൂടെ ഇറങ്ങിച്ചെന്നു. രേവതിക്കുട്ടിയെ അലീനയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിച്ചു, ചിന്നിമോൾ എന്തെന്ന് ചോദിച്ചു. ചിന്നിമോളെ അവിടെ കളിക്കുന്നുണ്ട്. അല്ല, ഇതൊക്കെ ആരാ കൂടെയുള്ളത്? അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇതെൻ്റെ സഹോദരങ്ങളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സിസ്റ്റർ ഒരു സംശയത്തോട് കൂടിയിട്ട് അലീനെ അങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അലീന പിന്നെ കൂടുതലൊന്നും പറയാനായിട്ട് പോയില്ല. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ, എന്നെ കാണാനായിട്ട് അവര് എറണാകുളത്തേക്ക് വന്നാന്ന് പറഞ്ഞു, പാലായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ. ഈ സമയത്ത് അലീന പറഞ്ഞ്, രേവതിക്കുട്ടിയെ കാണാൻ ഞാൻ വന്ന സമയത്ത് ചിന്നുമോളെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി, അതുകൊണ്ട് വന്നാന്ന് പറഞ്ഞു. ശരി, നിങ്ങൾ വാ. അവളിപ്പം ബാക്കിയുള്ള കുട്ടികളോടൊപ്പം കളിച്ച് തിരിച്ച് നടക്കുമായിരിക്കും. രേവതിക്കുട്ടിക്ക് എത്രയും പെട്ടെന്ന് അവളൊന്ന് കണ്ടാൽ മാത്രം മതിയെന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ചിന്നിമോള് ബാക്കി ഫ്രണ്ട്സിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് രേവതിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നതുണ്ട്. രേവതിയെ കണ്ടു കഴിഞ്ഞപ്പം രേവതി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞ തിരിയത്തൊന്നുമില്ല. ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. രേവതിക്കുട്ടി ചിന്നിമോളെ കോരിയെടുത്ത് കുറേ ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. പിന്നീട് അലീനെ ചിന്നിമോളെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഭവിതേ കൃഷ്ണ അവരൊക്കെ നോക്കി നിൽക്കുക. അന്താളിപ്പോൾ കുട്ടി, നല്ല ഭംഗിയുള്ളൊരു കുട്ടി, ഇതാണോ ചിന്നിമോള്? എന്ത് രസമാണ് കാണാനായിട്ട് എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്നിമോളുടെ സ്നേഹം അത് അവരെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും ദിവസം കാണാതെ ഇരുന്നിട്ട് പോലും ആ സ്നേഹത്തിൻ്റെ ഒരു കുറവും വന്നിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ചിന്നിമോൾക്ക് വേണ്ടിയിട്ട് കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അലീന ചേച്ചി ഞാനും കൂടെ ബാക്കി എല്ലാവർക്കും കൊടുക്കണ്ടേ? കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നിമോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്വീറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അലീന മദറിൻ്റെ അടുത്തേക്ക് വന്നു. മദറിൻ്റെ അടുത്തേന്ന് മദറിനോട് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ചിന്നിമോളെ കൊണ്ട് ഒന്ന് പുറത്ത് പോയാൽ കൊള്ളാമെന്നുണ്ട്. പുറത്ത് പോകാനോ? അതെ, ഇവിടെ തൊട്ടടുത്ത് പാർക്കിൽ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ എന്നോടൊപ്പം വന്നിരിക്കുകയല്ലേ, അപ്പോൾ അവരും ഉണ്ടല്ലോ, ഞങ്ങൾ ചിന്നിമോളെ ഇവിടെ കൊണ്ടേ ആക്കിയേക്കാന്ന് പറഞ്ഞു. മദർ പറഞ്ഞു, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ അറിയാലോ, ചിന്നിമോളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ദമ്പതികൾ. അവർക്ക് ചിന്നിമോളെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അല്ല മദറെ, ചിന്നിമോളെ അവർ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ചിന്നിമോളെ കാണാൻ പറ്റുമോ? ഇപ്പം ഞങ്ങൾ ഈ വന്ന് കാണുന്ന പോലെ പിന്നെ ഞങ്ങൾക്ക് ചിന്നിമോളെ കാണാൻ പറ്റുമോ? അപ്പോഴേക്കും മദർ പറഞ്ഞു, അത് പിന്നെ അവരോട് സംസാരിക്കാം. ഒരു പക്ഷേങ്കിൽ ഇപ്പം ചിന്നിമോളുടെ ഗാർഡിയന് നിങ്ങളൊക്കെ അല്ലേ, രേവതിക്കുട്ടി അലീനയൊക്കെ അല്ലേ. കാരണം രേവതിക്കുട്ടി അലീനയൊക്കെയാണ് ചിന്നിമോളെ അവിടെ കൊണ്ട് ആക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ചിന്നിമോളെ കൊണ്ടുപോയാലും ചിന്നിമോളെ കാണിക്കണം. അങ്ങനെ ഒരു എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രേവതിക്കുട്ടി പറഞ്ഞു, എനിക്ക് അവളെ കാണണം. കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും മദറെ. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, വല്ലപ്പോഴും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അത് ശരിയാ, അവളെങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കണം എന്നൊക്കെ അറിയണമല്ലോ. ഇപ്പം ദത്തെടുക്കാൻ വന്നു പറഞ്ഞാലും അവരെങ്ങനെയുള്ളവരാണെന്ന് അറിയത്തില്ലോ. അപ്പോഴേക്കും മദർ പറഞ്ഞു, അവരുടെ സംസാരമൊക്കെ ഇട്ട് നല്ലതായിട്ടാണ് തോന്നുന്നത്. അവർക്ക് കുട്ടികളില്ല, അവർക്ക് 2 കുട്ടികളെ വേണമെന്നാ അവർ ഉദ്ദേശിക്കുന്നത്, ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ. ചിന്നിമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേങ്കിൽ ചിന്നിമോളുടെ അഡോപ്ഷന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വരുമെന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ചിന്നിമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അലീന ഇങ്ങനെ ചിന്നിമോളെ നോക്കണം. ചിന്നിമോള് പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ചിന്നിമോൾ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. രേവതിക്കുട്ടിയെയും അലീനയും എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ഒടുവിൽ മദർ പറഞ്ഞു, അവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ചിന്നിമോളോട് സംസാരിക്കാറുണ്ട്. നല്ല സ്നേഹമുള്ള സ്ത്രീയായിട്ട് എനിക്ക് തോന്നുന്നത്. ഊർമിളാദേവി എന്നാണ് അവരുടെ പേര്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ നമ്പർ കൊടുക്കാം, വിളിക്കുമ്പോൾ നിങ്ങളൊന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ശരി, ആയിക്കോട്ടെ സിസ്റ്ററെ. അങ്ങനെയാണെങ്കിൽ ചിന്നിമോളും കുട്ടി ഞങ്ങൾ പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. കൊണ്ടുപോയിക്കളാൻ പറയാണ്. അങ്ങനെ സന്തോഷത്തോടെ ഇട്ട് അലീനയും രേവതിക്കുട്ടിയും കൂടെ ചേർന്ന് ചിന്നിമോളെയും കൊണ്ട് പാർക്കിലേക്ക് വേണ്ടിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് കൃഷ്ണമോള് വന്ന് ചിന്നിമോളുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിന്നിമോള് പേരൊക്കെ പറഞ്ഞു. ചിന്നിമോളും വിട്ടുകൊടുത്തില്ല. ഈ ചേച്ചി ഏതാ അലീന ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഇതേ എൻ്റെ അനുജത്തിയാന്ന് പറഞ്ഞു. അനുജത്തിയോ?
അപ്പം ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ചിന്നുമോൾക്ക് നൂറ് സംശയങ്ങളാണ്. അവളുടെ സംശയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്ക്കും ഭവിതയ്ക്കും ഒക്കെ ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ കുറച്ചടുത്തുള്ളൊരു പാർക്കിലേക്ക് പോവാ. അപ്പോൾ കുട്ടികളുടെ പാർക്കായിരുന്നു. അങ്ങനെ പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചിന്നുമോൾ ആള് ഉഷാറായി. ചിന്നുമോൾക്ക് അവിടെയുള്ള എല്ലാത്തിലും കയറി ഇറങ്ങി നടക്കണം. കുറേ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നെല്ലാം ചെയ്ത് ചിന്നുമോളിലൂടെ ഓടിപ്പാഞ്ഞ് കിടക്കുക. ആ കാഴ്ച കണ്ടപ്പോൾ രേവതിക്കുട്ടിക്കും അലീനിക്കും സന്തോഷം. അതും പോരാഞ്ഞിട്ട് രോഗത്തും ഭവിതയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ആ പാർക്കിൽ അങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. ചിന്നുമോളെ ഓരോ റൈഡ് കയറ്റാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. രോഹിത്തും ഭവിതയും കൃഷ്ണമോളും എല്ലാവരും കൂടി കുറച്ച് സമയത്തേക്ക് അവരെ പോലും മറന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ചിൽഡ്രൻസ് പാർക്കിലാണെങ്കിൽ പോലും അവർ പോലും ഓരോ റൈഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കുറേ സമയം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ചിന്നുമോൾക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലീനയും രേവതിക്കുട്ടിയും കൂടെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ചിന്നുമോളെ ഓർഫനേജിൽ കൊണ്ടേ ആക്കുന്നത്. പോകുന്ന സമയത്ത് രേവതിക്കുട്ടിക്ക് അലീനയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ചിന്നുമോളെ അവിടെ ആക്കിയിട്ട് പോകുമ്പോൾ എല്ലാ തവണയും കണ്ടു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുപോലെ തന്നെയാണ് ചിന്നുമോൾക്കും നല്ല സങ്കടം വരും. അങ്ങനെ പോകുന്ന സമയത്ത് ചിന്നുമോൾ ചോദിച്ചു, ഇനി എന്നാ എന്നെ കാണാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അധികം വൈകാതെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നുമോൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷം അവർ തിരികെ പോരുന്ന സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു, എന്ത് ഭംഗിയല്ലേ ചിന്നുമോളെ കാണാനായിട്ട്, ആർക്കാണെങ്കിലും ഒന്ന് എടുത്ത് ഉമ്മ വെക്കാൻ തോന്നുന്നല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, ഞാനാ ചിന്നുമോളെ നോക്കിയത്. കുഞ്ഞുനാളിലെ മുതൽ ഞാനാ നോക്കിക്കൊണ്ടിരുന്നേ. വളർത്തിയത് ഞാനാ. ശരിക്കും പറഞ്ഞാൽ അവളുടെ അമ്മ ഞാനാന്ന് പറയാം. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, എങ്കിൽ ചിന്നുമോളുടെ നാക്കിൽ ലൈസൻസ് കാണത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം രേവതിക്കുട്ടി എന്താ പറഞ്ഞേ, രോഹിയണ്ണ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. വേണ്ട കൂടുതൽ പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷമായിട്ട് തിരികെ പോരുവാണ്. ഈ സമയത്ത് ബാലേന്ദ്രൻ ഗോവർദ്ധനം കൂട്ടിക്കൊണ്ട് പുനലൂർക്ക് പോകണം. അപ്പം എങ്ങോട്ടാ എന്താണെന്നും ആദ്യമൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. വഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവർദ്ധൻ പറഞ്ഞു, അതെ ഭാരമായിട്ട് നമുക്ക് എന്തെങ്കിലും ആഹാരമോ കഴിക്കണ്ടേ, ആയിക്കോട്ടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കഴിക്കാനൊക്കെ കയറി. കഴിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി കുറച്ച് സമയം ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്യണം. ഗോവർദ്ധൻ പറഞ്ഞു, എന്താ ബാലേട്ടാ, ബാലേട്ടൻ ഈ പോകുന്നതിൻ്റെ ഉദ്ദേശം മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ കണ്ടാണ് ബാലേട്ടൻ പോകുന്നതെന്നറിയാം. പക്ഷെ അതെന്തായതെന്ന് മനസ്സിലാകുന്നില്ല. അതെ നിനക്ക് അധികം വൈകാതെ മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, കുപ്പിയിൽ അടച്ചൊരു ബോധത്തെ പുറത്തി അടിക്കാനുള്ള പോക്കത്. ഉറപ്പായിട്ടും ആ ഭൂതത്തെ പുറത്തിറക്കി എനിക്ക് മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ പല കാര്യങ്ങളും തീരുമാനം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അല്ല എന്താ ബാലേട്ട ഈ കുപ്പിയിലടച്ച് ഭൂതം എന്ന് പറഞ്ഞാൽ ബാലേട്ടൻ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാവും. ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നീ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കും. ഇതുവരെ അറിയാത്ത പല കാര്യങ്ങളും പല രഹസ്യങ്ങളും അറിയുമെന്ന് പറഞ്ഞു. രഹസ്യങ്ങളോ? ആരുടെ രഹസ്യങ്ങൾ? അതൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം എന്താന്ന് 1-2 പേർക്കല്ലാതെ ബാക്കി ആർക്കും അറിയത്തില്ല. പക്ഷെ ഇനി ബാക്കി എല്ലാവരും കൂടെ അറിയാനായിട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഗോവർദ്ധനാണെങ്കിലോ അതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലായതുമില്ല. എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാ ബാലേന്ദ്രനും പറയണേന്ന് മനസ്സിലായി. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ഗോവർദ്ധനോട് പറഞ്ഞു, അതെ ഇനി നമുക്ക് നേരെ വണ്ടി തിരിയേണ്ട പുനലൂർക്കാന്ന് പറഞ്ഞു. പുനലൂരോ? അതെ അവിടെ ആരാ ബാലേട്ട ഉള്ളതെന്ന് ചോദിച്ചു. അതെ അവിടെ അത്യാവശ്യമായിട്ട് ഒരാൾ പോയി കാണണമെന്ന് പറഞ്ഞു. ബാലേട്ടന് പരിചയമുള്ള ആളാണോ? എനിക്കങ്ങനെ നേരിട്ട് പരിചയമൊന്നുമില്ല. എങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോന്നേ? അലീനയുടെ കാര്യത്തിനാണോ? അലീനെ അവിടെ കൊണ്ട് നിർത്താനാണോ എന്ന് ചോദിച്ചു. ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് നിർത്താനാണോ? ഇനിയിപ്പോൾ ബാലേട്ടൻ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പം അതുകൊണ്ടാണോ? പക്ഷെ എന്നാലും ഇത്രയ്ക്ക് ദൂരേക്ക് അവളെ വിടേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ നിനക്ക് മനസ്സിലാവും. ഇത്ര ദൂരേക്ക് വേണ്ടെന്നൊക്കെ അവൾക്ക് സുരക്ഷിതമായിട്ട് എടുത്ത് താമസിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്ന പോലും. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഇത്ര ലോങ് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അവളെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റില്ല. അങ്ങനെ അവളെ ഇറക്കി വിടാൻ പറ്റുന്ന പെൺകുട്ടിയല്ല അവളെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഗോവർദ്ധന. അവളെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നീ പോലും മാറി നിൽക്കുമെന്ന് പറഞ്ഞു. ഗോവർദ്ധൻ എന്താ ഏതാണെന്ന് മനസ്സിലായത് പോലുമില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇനിയിപ്പം നമ്മളിവിടെ വന്നു ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യങ്ങളും തൽക്കാലത്തേക്ക് ആരോടും പറയാനൊന്നും പോകണ്ട. പറഞ്ഞു കേട്ടല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഗോവർദ്ധൻ പറഞ്ഞു, അതേ ബാലേട്ടാ ഞാൻ അത്രയ്ക്കേ ഉള്ളൂ. ഞാൻ ഇനി ആരോടൊന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പുനലൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധൻ ഗംഗാധരനെ വിളിച്ചു. പിന്നീട് സ്റ്റാലിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പോൾ സ്റ്റാലിയെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടിക്കാഴ്ച ചെന്നാൽ ഇങ്ങനെയൊന്നും നമുക്ക് അറിയാണ്ട് സാധിക്കില്ല. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ കാണും, സ്റ്റാലിയെ കാണും. പക്ഷേ കണ്ടു കഴിയുമ്പോൾ ബാലേന്ദ്രൻ അലീനെ സ്റ്റാലിനോടൊപ്പം വിടുമെന്ന് പോലും സംശയമുണ്ട്.
അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.